കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകൾ, 45 ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. ഇതിൽ സർക്കാരിൻ്റെ 17 വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി. ഈ 284 ശുപാർശകളും 45 ഉപശുപാർശകളും, അവയിൽ 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നതിന് അതത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. നടപടി പൂർത്തിയാക്കാൻ ശേഷിക്കുന്ന ശുപാർശകൾ നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലോ മറ്റ് വകുപ്പുകളിൽ നിന്ന് സമ്മതപത്രം ലഭ്യമാക്കിയാലോ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2020 നവംബർ 5-നാണ് JB കോശി കമ്മീഷനെ നിയമിച്ച് ഉത്തരവാകുന്നത്. കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2025 ഫെബ്രുവരി 17-നും യോഗം ചേർന്നിരുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം നടത്തുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയും വകുപ്പ് തലവന്മാരുമായി 5 തവണ വിഷയം ചർച്ച ചെയ്യാൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. പലതവണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുമുണ്ടായി. സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തുറന്നുള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്കയുണ്ടാകേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നിലനിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ അവരെ ഫെബ്രുവരി 6-ന് വെള്ളിയാഴ്ച വിളിച്ചു ചേർക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെയും ആഗോള മലയാളി സമൂഹത്തെയും വ്യവസ്ഥാപിതമായ രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനായി 2018 രൂപീകരിച്ചതാണ് ലോക കേരള സഭ. സഭയുടെ 5-ാം സമ്മേളനം ജനുവരി 29, 30, 31 തീയതികളിൽ നടക്കുകയാണ്. 29-ന് വൈകുന്നേരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനവും 30
31 തീയതികളിൽ നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേളനവും നടക്കും. കേരള നിയമസഭയിലെ അംഗങ്ങൾക്കും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങൾക്കുമൊപ്പം രാജ്യത്തിനകത്തും പുറത്തും വസിക്കുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രവാസി പ്രതിനിധികളും ചേരുന്നതാണ് സഭയുടെ അംഗബലം. വിദേശ രാജ്യങ്ങളിലും ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വസിക്കുന്ന ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾ, OCI കാർഡുടമകൾ, പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയവർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ഈ വേദിയെ വിശ്വമലയാളികളുടെ ഒരു സമഗ്ര ജനാധിപത്യ സംഗമമാക്കി മാറ്റുന്നു. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് ആരംഭിച്ചതായിരുന്നു ലോക കേരള സഭ. ഇപ്പോൾ 5ാം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 125 രാജ്യങ്ങളിലേക്ക് അതിൻ്റെ പ്രാതിനിധ്യം വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിപുലമായ ആഗോള സാന്നിധ്യം തന്നെയാണ് 5ാം സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു പ്രശ്നം, 2ാം കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി വേമ്പനാട്ട് കായലിൽ കോട്ടയം നഗരത്തിനോടും തിരുവാർപ്പ് പഞ്ചായത്തിനോടും ചേർന്ന് കിടക്കുന്ന പടുക്കാനില കായൽ ശുചീകരണത്തിന് കിഫ്ബി 103,73,00,000 രൂപയുടെ ഫണ്ട് അനുവദിച്ചു. കൂടാതെ മലരിക്കൽ ആമ്പൽ ഗ്രാമത്തിൻ്റെ വികസനത്തിന് 104 കോടി രൂപയുടെയും പദ്ധതി കിഫ്ബി ആവിഷ്കരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി നദികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കലടിഞ്ഞ് രൂപപ്പെട്ട തുരുത്തുമൂലമുള്ള വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് മുക്തി നേടാൻ പദ്ധതി ഉപകരിക്കും. പടക്കാനിലം കായലിൽ അടിഞ്ഞുകൂടിയ എക്കൽ കോരിയെടുത്ത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ജെ ബ്ലോക്ക് 9000, തിരുവായ്ക്കരി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ F ബ്ലോക്ക് എന്നീ പാടശേഖരങ്ങളുടെ 27.8 കിലോമീറ്റർ പുറം ബണ്ടുകൾ ബലപ്പെടുത്തി ഗതാഗതയോഗ്യമാക്കി വികസിപ്പിക്കുന്നതിനും നെൽകൃഷി സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണിത്. മറ്റൊരു പ്രശ്നം പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സംസ്ഥാനത്തിൻ്റെ അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെട്ടിച്ചുരുക്കലുകൾ 2017 മുതൽ കേന്ദ്രം നടപ്പിലാക്കുകയാണ്. കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനുവരി 12-ന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മന്ത്രിമാർ, MLA മാർ, MP മാർ എന്നിവർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമാണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്.